ഈ നിൽക്കുന്നത് തിരുവനന്തപുരം കണിയാപുരം ചാന്നാങ്കര സ്വദേശിയായ രാജൻ എന്ന ഒരു ആനപ്പാപ്പാനായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം വേറൊരാളാണ്. ഒന്ന് കണ്ടു നോക്കാം ആരാണെന്ന് ഇദ്ദേഹം എന്നുള്ളത്. അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അടിപൊളി ബാങ്ക്, സൂപ്പർ ആയിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഒരു ആനപ്പാപ്പാന്റെ ജീവിതത്തിൽ നിന്നും ഈ ഒരു ലൈഫിലേക്ക് എങ്ങനെ മാറാൻ പറ്റി? എന്റെ തൊഴിലായിട്ട് നോക്കുമ്പോ എനിക്ക് അത്ര ശരിയല്ല തോന്നി. അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് ഈ കുറച്ച് നാള് ഈ കണക്കിനൊക്കെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ പള്ളികളിലും കാര്യമായിട്ടൊക്കെ നമ്മളെ നമസ്കാരങ്ങളൊന്നും നടക്കാത്ത രീതിയിലൊക്കെ നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകണം. ഇപ്പൊ എന്റെ ഒരു തൊഴിൽ ചെറിയൊരു പൊട്ട് ചായക്കടയായിട്ടൊക്കെ അങ്ങനെ പോവുകയാണ്. ആനപ്പാപ്പാന്റെ ജീവിതം എന്തുവായിരുന്നു? അപ്പാന്റെ ജീവിതം എന്ന് പറയുമ്പോഴേ വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. പിന്നെ അന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അതിന്റെ കൂടെയൊക്കെ അങ്ങനെ വെള്ളപ്പണിക്കൊക്കെ നടന്ന് ആന വക്കേട്ടാനും തീറ്റ വെട്ടാനും അരി വയ്ക്കാനും കഴിവാനും നെയ്യൊക്കെ അങ്ങനെ ജീവിതമല്ലേ അങ്ങനെ പല കാര്യമായിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നു. ഒന്നാം പാപ്പാനായിരുന്നു, രണ്ടാം പാപ്പാനായിരുന്നു? പാപ്പാൻ എന്ന് പറയുമ്പോഴെന്ന് വെച്ചാൽ ആ തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ പണി എനിക്കറിയാം. അതാ പിന്നെ ഒന്നാം പാപ്പാൻ രണ്ടാം പാപ്പാൻ എന്നൊക്കെ പറയണതെന്ന് വെച്ചാൽ ഇപ്പൊ മുതലാളിയെന്ന് ഒരാളെ നേരിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവനാണ് ഒന്നാം പാപ്പാൻ. അവന്റെ നിന്നും വേറൊരാൾ നമ്മൾ കൊടുക്കും. അവനാണ് രണ്ടാം പാപ്പാൻ എന്ന് പറയുന്നത്. അവനാണ് ഈ ആനെ കൊണ്ടുവന്ന് പണിയിക്കാനുള്ള. ആ മുതലാളിയെ നേരിട്ട് വാങ്ങിച്ചുകൊണ്ട് വേറൊരുത്തിന് കൊടുക്കുന്നത് ആ ആള് മുതലാളിക്ക് മാത്രമേ അറിയാവൂ. പക്ഷെ ഈ ആനെ കൊണ്ടു നടക്കുന്നത് ഇപ്പം മൂന്നാമത് ഉള്ളത് ആളാണ് കൊണ്ടു നടക്കണം. ആദ്യമായിട്ടുള്ള ആളും ഈ ആനയുടെ പണികളെ മൊത്തം അറിഞ്ഞിരിക്കണം. അതിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് സമാധാനം മുതലാളിയിൽ നിന്ന് ഏറ്റു വാങ്ങിച്ചുകൊണ്ട് വന്ന അവനാണ് ഇതിന് സമാധാനം ആനയുടെ ഉത്തരവാദിത്വം മൊത്തം. ബാക്കി അവന്റെ നിന്നും ഈ ആന പണിയിക്കാൻ കൊണ്ട് നടക്കണമെന്ന് വെച്ചാൽ അവന്റെ തൊഴിൽ ഇത് എവിടെയാണ് കൊണ്ടുവന്ന് പണിയിക്കുക. ആ പണി ചെയ്യുന്നതിന് ഒരു ദിവസം ഇത്ര രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ ആ ശമ്പളത്തിനനുസരിച്ച് അവന് മുതലാളിക്ക് അവന്റെ വേല കൂലി ആനയുടെ പണിക്കൂലിയായിട്ട് ഈ മുതലാളിയിൽ നിന്ന് ഏറ്റു വാങ്ങിച്ച് അവൻ പറയുന്ന പൈസ. എത്ര വർഷം ഈ ആനപ്പണി ചെയ്തു? എല്ലാം കൂടെ ഒരു 10-25 വർഷം വരെ. 25 ആന കൂടെ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഏത് ആനയുടെ കൂടെ ഉണ്ടായിരുന്നു? ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇപ്പൊ ഞാൻ ഇപ്പൊ ലാസ്റ്റില് എന്ന് പറയും ജയന്തി എന്ന് പറയുന്ന ഒരു പിടിയാനയുടെ കൂടെയാണ്. ജയന്തി അത് ഇവിടെ വയനാട്ടിലുള്ളതാണ്. ശരി. അങ്ങനെ അവിടെയാണ് ആനക്കാരന്റെ മോലാളി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അയാൾ വീട്ടിൽ പോയിട്ടില്ല. എന്നെ ഏൽപ്പിച്ച ആള് അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ആനയ്ക്ക് മത കളയിട്ടുണ്ടോ? കയ്യിൽ കിട്ടിയ ആനയ്ക്ക് മത കളവെന്ന് പറയുമ്പോ ചൂട് സമയങ്ങളിലൊക്കെയാണ് ഈ എപ്പോഴെങ്കിലും ഇളകിയിട്ടുണ്ടോ? നമ്മളെ കഴിക്കുന്ന ഇളകിയിട്ടില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ശല്യങ്ങൾ ഉണ്ടെന്ന് പറയും. നമ്മളാക്കി ഇതുവരെ എത്ര ആനകളെ പരിപാലിച്ചതാണ് ഇതുവരെ? ഞാൻ എല്ലാം കൂടെ തന്നെ 25 വർഷത്തിനകത്ത് വെച്ച് ഒരു 10-20 ആന 20 ആനയുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഞാൻ പോയിട്ടെടുക്കും. പോയിട്ടെന്ന് പറയുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെടുന്ന പറയുമ്പോ നമ്മളോട് ഉള്ള നമുക്ക് അതിൻ്റെ കൂടെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ അതുമാതിരിയായി. പിന്നെ മനുഷ്യരെ പോലെ തന്നെ ചിലതൊക്കെ വേലയ്ക്ക് ഭയങ്കര അറ്റകുറ്റപ്പണികളൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ വെച്ചാൽ ഈ ആന ഏപ്പികളങ്ങളും നമ്മളുമായിട്ട് ശമ്പളത്തിന് കുറവാണ്. അങ്ങനെ ഇങ്ങനെ ഈ ചാടി അങ്ങ് അടിക്കാറുണ്ടോ? അടിക്കാറൊക്കെ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞ കേൾക്കാത്തിന് അതിന് അടി തന്നെ അല്ലാതെ അതിന് വേറെ മന്ത്രമൊന്നുമില്ല. അപ്പൊ അത് ഏറെ കുറെ അടി മേടിച്ചൊക്കെ പണിയെടുക്കും. ഇങ്ങനെയൊക്കെ ഉള്ള പോക്കിനൊക്കെയാണ് പോകുമ്പോഴൊക്കെ ചെയ്യണം. തടി പിടിപ്പിക്കുന്ന ജോലിയായിരുന്നു. പണി ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മള് തടി പിടിക്കാനേ ഈ പിടിയാനയാണോ ആണാനയാണോ നല്ലത്? ആനയിലെത്തിക്കുന്ന പിടിയാനായിരുന്നാലും കൊമ്പനാനായിരുന്നാലും ഒരുപോലെ. അതായത് ആണിലും പെണ്ണിലും ജോലിക്ക് മനുഷ്യരിൽ തന്നെ ഉണ്ടല്ലോ മടിയന്മാര്. അതുപോലെ തന്നെ ഇതിപ്പോ കൊമ്പനൊന്നുമില്ല, പിടിയാനൊന്നും മടി കാണിക്കും. അപ്പോഴും പൊട്ടിപ്പോടും. അല്ലാതെ ഒന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ആനപ്പണിയൊക്കെ മതിയാക്കി? പണിയൊക്കെ മതിയാക്കി എന്ന് പറഞ്ഞാൽ പേരെന്തായിരുന്നു? എന്റെ പേര് അന്നത്തെ പേരെന്തായിരുന്നു? എന്റെ പേര് രാജൻ എന്നായിരുന്നു അല്ലേ? പിന്നെ എങ്ങനെയാണ് ഒരു ഇസ്ലാം മതത്തിലേക്ക് വരികയും എന്താണ് ഒരു പ്രചോദനമായത്? ഇപ്പോഴത്തെ പേരെന്താ? ഇപ്പോഴത്തെ പേര് നവാസ് എന്നാണ്. എന്തായിരുന്നു ഒരു പ്രചോദനം? എങ്ങനെ എനിക്ക് എന്റേതായ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേ ഈ ഒരു ഇസ്ലാം മതം അത് കൊള്ളാം എന്ന് എന്റെ മനസ്സിലങ്ങനെ ഉറപ്പ് തോന്നി.
അങ്ങനെ ഞാൻ ഈ ഇടത്തേക്ക് പോവുകയും വരെയൊക്കെ ചെയ്തത്. അത് ഞാൻ പഠിച്ചവരായിട്ട് ഞാനിങ്ങനെ പോകുന്നപ്പോൾ ഞാൻ നേരത്തെ ഞാൻ സംബന്ധമൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഒരു 3 മക്കളുള്ള സ്ത്രീ അതായത് ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ അവിടെ ചോദിക്കാറപ്പോഴും ഞാൻ ഈ ഇസ്ലാം മതം സ്വീകരിച്ച് എൻ്റെ വീട്ടിനകത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞാൻ വന്നു. അവരാരും അറിഞ്ഞിട്ടില്ല, എൻ്റെ നാട്ടിൽ തന്നെ. അങ്ങനെ ഞാൻ അവിടെ വന്നപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരി, എന്നാൽ നീ ഒരു 2 മാസം 2-3 മാസം കൂടെ യഥാർത്ഥ സ്ഥലം വരദന്നൂര്, തിരുവനന്തപുരം ജില്ല അല്ലേ? നെടുമങ്ങാട് കാണും. ഇസ്ലാമത്തിലേക്ക് വന്നപ്പോൾ വന്നപ്പോൾ ഇത് ആരും അറിയുന്നില്ലല്ലോ. എൻ്റെ കൂടെ പുറപ്പെട്ടുള്ളവർ ആരും അറിയുന്നില്ല. എനിക്ക് അമ്മയില്ല, അച്ഛനുണ്ടായിരുന്നു. ഞങ്ങള് 5 മക്കളും. 5-ല് 3 ആണും 2 പെണ്ണുമാണ്. പെണ്ണുങ്ങളെ വിവാഹം കഴിച്ച്, ചേട്ടൻ വിവാഹം കഴിച്ച്, പിന്നെ ഞാൻ വിവാഹം കഴിക്കാനായിട്ട് ആദ്യത്തെ കാൽവെപ്പാണ് ഇത്. അന്നത്തെ ലൈഫും ഇന്നത്തെ ലൈഫും, അതായത് ഇസ്ലാമിന് വരുന്നതിന് മുമ്പുള്ള ലൈഫും ഇപ്പോഴത്തെ ലൈഫും ജീവിതം തമ്മിൽ എന്താണ്? ജീവിതം തമ്മിൽ നമ്മളെ ഇസ്ലാം മതം കൊള്ളാം. അങ്ങനെ ഞാൻ അത് പൂർത്തീകരിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പൊ അത് ഇതുവരെ പഠിച്ച് അതൊരു നിലവിൽ അങ്ങനെ അങ്ങ് പോവുകയാണ്. എൻ്റെ കൂടെയുള്ള ആ ഭാര്യയ്ക്ക് ആ 3 മക്കളുള്ള 2 പെണ്ണും 1 ആണും. അവർ 3 മനസ്സിൽ സന്തോഷമുണ്ടോ? മനസ്സിൽ എനിക്ക് സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷമൊക്കെ ഉള്ളത് ചിലർ പറയുമ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നീ വലുതായിട്ട് മക്കളായിട്ട് അങ്ങനെ. അതല്ല, ഇസ്ലാമിലേക്ക് വന്നതിൽ ഇസ്ലാം വന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഇത് ഇന്ന് വരെ സന്തോഷമുള്ളൂ. ഇനി ഏത് രീതിയിലാണെന്നുള്ളത് ഒടേ തമ്പുരാന സർവശക്തനായ തമ്പുരാനറിയാം. അല്ലാതെ ഞാൻ എൻ്റെ തീർപ്പിൽ എൻ്റെ ഈമാനോർച്ചകളെ അള്ളാഹു ശിക്ഷിച്ചതായ ഈ കാര്യത്തിൽ കൂടെ നാളെ മരണാനന്ദ കാലം വരെ മംഗളമായി എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കാതെ സൗഖ്യക്കൊണ്ടായി തന്നെ പഠിച്ചവനെ എന്നുള്ള ഒരു നീയത്തിലാണ് ഞാൻ റമദാനൊക്കെയാണ്. നാളെ ഇനിയിപ്പം നോമ്പാണ്. എന്നെ ശരിക്കും കുറച്ച് പേർക്കൊക്കെ എൻ്റെ ആദ്യ പ്രശ്നമൊക്കെ കുറച്ച് പേർക്ക് അറിയാം. ഇപ്പം ഈ പറയുന്ന കൂട്ടത്തിൽ കൂടെ ചിലപ്പോൾ എന്നെ അറിഞ്ഞിരിക്കാം. ഞാൻ നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ളവനാണ്. ഒരു പക്ഷേ എനിക്ക് ജോലിയില്ലാതെ കൂലിയിലുമ്പോട്ട് ഞാൻ ആരും മുമ്പേ ഒന്ന് കൈ നീട്ടാനും പോകും. ഇന്ന് വരെ നമ്മളെ കൂലിപ്പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരു ഈമാനോടൊപ്പം എനിക്കുമുള്ള നിങ്ങൾക്കായാലും നിങ്ങളെ സഹായം എനിക്ക് എപ്പോഴും നിങ്ങളെല്ലാവരും എൻ്റെ വാപ്പമാരും കാക്കമാരും താത്തമാരൊക്കെ എന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത്. നിങ്ങൾ അന്തസ്സായ ലെവലിൽ നിങ്ങൾ പഠിച്ചവരെ എന്നുള്ള ഒരു നീയത്ത് എനിക്കിവിടെ നിങ്ങൾക്ക് ചേർന്നു. ഞാൻ അമ്പാവിനോട് ഞാൻ ദ്വാരിക്കാം. Allahu Akbar, Allahu Akbar. La